ഹേ ഓൾ ഇറ്റ്സ് മീ ഫറ ഫെയിം സ്റ്റെപ്പിന്റെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഹംബിൾ മ്യൂസീഷ്യൻ. അല്ല, ഞാൻ കാർത്തി എന്ന് വിളിക്കും. ഇഷ്ടമുള്ള വിളിച്ചോ, തെറിയല്ലാത്തത് എന്ത് ഞാൻ കേൾക്കും. എക്സ് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നോ? കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എന്നോട് ചോദിക്കണമല്ലേ. അയ്യോ, റിലേഷൻസ് ഒക്കെ ഇപ്പോൾ എല്ലാവരുടെ ലൈഫിൽ ഉള്ള പോലെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഫറക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ഇല്ലേ? പറ്റിയ ഒരാളെ കണ്ടിട്ടില്ല ഇതുവരെ. പറ്റിയ ഒരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും, അതാവസ്ഥ. കുട്ടപ്പൻ ഇത് തീർന്ന് ഇതെത്തുന്നുണ്ട്. കഴിഞ്ഞ് കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. എമിനം എന്ന് പറഞ്ഞൊരു റാപ്പറുണ്ട്, അറിയോ? കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ചള്ളി ബോയ് മൂവി കണ്ടിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ട് റാപ്പ് എഴുതണമെന്നൊക്കെ ആഗ്രഹം. ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇല്ല. അടിപൊളി. ചേട്ടാ തന്തവൈബാ. 2K കിഡാണോ? ഞാൻ 2K കിഡാണ്. ആണല്ലേ. 2K കിഡ്സിനെ പറ്റി എന്തായിട്ടാ? ഒരു കാറ്റിൽ നീന്തി വന്നിന്നിൽ പെയ്തു നിൽക്കു നീ എന്നും മഴമയിൽ പേലി നീർത്തും പ്രിയ സ്വപ്നമേ. ഈ മ്യൂസിക് കരിയറിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വേടനൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലാണല്ലോ. ആ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഹേ ഓൾ ഇറ്റ്സ് മീ ഫറ ഫെയിം സ്റ്റെപ്പിന്റെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ആരാണ്? അല്ല, ഞാൻ കാർത്തി എന്ന് വിളിക്കും. ഇഷ്ടമുള്ള വിളിച്ചോ, തെറിയല്ലാത്തത് എന്ത് ഞാൻ കേൾക്കും. ഓക്കെ, ദി ഹംബിൾ മ്യൂസീഷ്യൻ ആണ്. ശരിക്കും ആള് ഹംബിൾ ആണോ? കുറച്ചൊക്കെ. അല്ലാതെ വെറുതെ ഷോ ഓഫിന് കൊടുത്ത പേരാണോ? അതെ, അതിപ്പം എന്താ പറയുക, ഓവർ വിനയം കാണിക്കുന്നവരെ ശ്രദ്ധിക്കണമെന്നാണ് പൊതുവെ പറയാറ്. അപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് വിനയം കുറച്ചിട്ടുണ്ട്. അത് കാരണം ആണ്. ഈ മ്യൂസിക്കിലേക്കുള്ള ജേണി എങ്ങനെയായിരുന്നു? മ്യൂസിക്കിലേക്കുള്ളതോ? അത് കുറേ നാളത്തെ ഇതുണ്ട്. അത് മൊത്തം പറയണോ? കുറേ സമയം എടുക്കും. ഷോർട്ടായി പറഞ്ഞാൽ ആണോ? ചെറുപ്പം തുടങ്ങി മ്യൂസിക് ഞാൻ പഠിച്ചിട്ടുണ്ട്. കർണാട്ടിക് മ്യൂസിക് UKGയിലായിരുന്നപ്പം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. മെയിനായിട്ട് പിന്നീട് +2 കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ നമ്മുടെ സ്റ്റീഫൻ ദേവസിയില്ലേ, സ്റ്റീഫൻ ചേട്ടൻ്റെ ഒരു കോളേജുണ്ട്, മ്യൂസിക് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഞാൻ പഠിച്ചത്. മ്യൂസിക് ടെക്നോളജി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. പിന്നെ 2017 യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് പാട്ടും വ്ളോഗിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള പരിപാടിയായിട്ട്. വേറെ ഏതെങ്കിലും മേഖലയോടൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണോ? വേറെ ഇതുവരെ ഇല്ല. എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ നിൽക്കണം എന്ന് തന്നെ തോന്നിയിട്ടുള്ളൂ. അതെ, ഇതാണ് പ്രൊഫഷൻ. അതെ. മലയാള റാപ്പ് തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യുണീക്ക് ടച്ച് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണല്ലോ. ഈ ജെൻഡർ റോൾസ്, അത് എഴുതാനുള്ള കാരണം എന്താ? ജെൻഡർ റോൾസ് എഴുതാണല്ലോ. അതിപ്പോൾ ഞാൻ എഴുതിയിട്ട് ഒരു 4 വർഷം മുമ്പാണ്. 2025 21 എഴുതി. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പൊതുവെ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചൊരു സോങ് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ കോഴിക്കോടാണ്, മൈജിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം. അപ്പം ജോലിയുടെ ഇടയിൽ എനിക്ക് എപ്പോഴും വീഡിയോസൊന്നും ഇടാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ എഴുതണം എന്ന് വിചാരിച്ചിങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മര്യാദക്ക് പോസ്റ്റ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫോളോവേഴ്സ് താഴത്തേക്ക് പോകും. അപ്പോൾ അന്ന് ഏകദേശം ഒരു 10,000-3000 ഫോളോവേഴ്സ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളെ എന്തെങ്കിലും ഇട്ടിട്ട്, അപ്പോൾ ഈ വിഷയം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഇരുന്നൊരു 10-15 മിനിറ്റ് ഇല്ലില്ല, അതിൻ്റെ മാക്സിമം ഒരു 15 മിനിറ്റ് എടുത്തിട്ടില്ല. കാരണം ഞാൻ ഫസ്റ്റ് ഒരു സാധനം മനസ്സിലേക്ക് വന്നാൽ ഞാൻ പിന്നെ അതൊരുപാട് ഓൾട്ടർ ചെയ്യാനൊന്നും നിൽക്കില്ല. അതായത് ലിറിക്സ് ആദ്യം എഴുതി ജസ്റ്റ് ട്യൂണിട്ട് അത് കൊള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് ഫൈനലൈസ് ചെയ്യും. പിന്നെ ഒരുപാട് റീറൈറ്റിങ് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? റെസ്പോൺസ് ആ സമയത്ത് ഭയങ്കര നെഗറ്റീവ്, കോൺട്രവേഴ്സി ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. കോൺട്രവേഴ്സി നെഗറ്റീവ് പറഞ്ഞവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഭൂരിഭാഗം ആൾക്കാരും വളരെ നല്ല രീതിയിലാണ് ഇതിനെ റിസീവ് ചെയ്തത്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. പോസിറ്റീവ് കമന്റ്സ് ആണ് കൂടുതലും പോസിറ്റീവ് ആയിരുന്നു. കാര്യം നോർമലി അങ്ങനെയാണോ ഈ റാപ്പിലൊക്കെ വരുന്ന റാപ്പൊക്കെ ഈ കമ്പോസ് ചെയ്ത്
വരുമ്പോൾ ഈ പോസിറ്റീവ് കമൻസ് ആണോ കൂടുതലും വരുന്നത്? നമ്മളിപ്പോൾ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ പാട്ട് എഴുതുമ്പോൾ ഓഫ് കോഴ്സ് വലിയൊരു ശതമാനം ആൾക്കാർ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ കൂടുതലും പോസിറ്റീവ് തന്നെയാണ്. അതെ, ഭാഗ്യം. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 ഇയർ. എന്തൊക്കെയാണ് വിശേഷം? കല്യാണത്തിൻ്റെയാണോ? കല്യാണത്തിനെല്ലാം പറഞ്ഞു. പൊതുവേ നല്ല വിശേഷമാണ്. പക്ഷെ ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ ബാക്ക് ഓൺ ട്രാക്കിലേക്ക് വരാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്നലെ എമ്പുരാനൊക്കെ പോയിണ്ടല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, അതിപ്പോൾ സ്പോയിലേഴ്സ് പറയാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലറായി പോകുന്നതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം. സിനിമ നല്ലതാണ്, മേക്കിംഗ് ഭയങ്കര അടിപൊളിയാണ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. അപ്പോൾ ആ ഒരു മേക്കിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അങ്ങനെ എനിക്ക് തോന്നി. ബാക്കി കഥയും ബാക്കി സംഭവങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇതായിരിക്കും. ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ റിസീവ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷേ പടം തിയേറ്റർ എക്സ്പീരിയൻസാണ്. നല്ല പാക്ഡ് ആയിട്ടുള്ള, ഞാൻ കവിതാ തിയേറ്ററിൽ കണ്ടത്. അപ്പോൾ അതുപോലെ നല്ല പാക്ഡ് ആയിട്ടുള്ള നമ്മൾ ഫാൻസ് അല്ലെങ്കിൽ നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണാൻ പറ്റിയ പടം. കണ്ടില്ലല്ലേ? ഞാൻ കണ്ടില്ല, ഞാൻ നാളെ പോകും. ടിക്കറ്റ് കിട്ടിയോ? ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല, ടിക്കറ്റൊക്കെ സെറ്റ് ആകണം. തോൽവി FC ഒരു മൂവി ഒരു സോങ് ചെയ്തിട്ടുണ്ടല്ലോ. ശരിക്കും തോൽവിയാണോ? ആര്? ഞാനോ? അത് ഞാനല്ലല്ലോ പറയണ്ടത്. എന്നാലും ലൈഫിലൊരു പരാജയം ചെയ്തിട്ടുണ്ടോ? ലൈഫിൽ പരാജയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ തോൽവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. പിന്നെ പടത്തിൻ്റെ പേര് എന്താണെന്നറിയില്ല. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക പടങ്ങളുടെയും പേര് ഇതേപോലെയൊക്കെയാണ്. അതായത് ഇപ്പോൾ തോൽവി FCയിലാണ് ഞാൻ സോങ് ചെയ്തത്. അതല്ലാണ്ട് വേറൊരു പടത്തിൽ ഞാൻ ചെറിയൊരു സീൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് അച്ഛനൊരു വാഴ വെച്ചു എന്നാണ്. അതെന്നെ കണ്ടുകൊണ്ടാണ് ഇവരെങ്ങനെയാണ് ഈ പേരുകൾ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഒന്നും അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇപ്പോൾ തോൽവി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ശ്രമിക്കുന്നവരല്ലേ തോക്കുള്ളൂ. അതിൻ്റെ ഡയറക്ടർ തന്നെ അതാ പറഞ്ഞത്. തോൽവി എന്നുള്ളൊരു മോശം കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രമിക്കുമ്പോൾ അല്ലേ. ഇപ്പോൾ ഫറ തന്നെ ഈ ഇൻ്റർവ്യൂ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ശ്രമിക്കുന്ന ആൾക്കാരെ പരാജയപ്പെടുകയുള്ളൂ. ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്ക് എളുപ്പമാണ്. അപ്പോൾ തോൽവി ഒരു മോശം കാര്യമല്ല എന്നുള്ള രീതിയിലാണ് തോൽവി FC എന്നതിന് പേരിട്ടതും. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പ്രൈമിലുണ്ട്, ഇടയ്ക്ക് കണ്ടു നോക്കിയാൽ. അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ടൊരു മലയാള സിനിമയിൽ ഒരു സോങ്, ഞാൻ ആക്ച്വലി ലിറിസിസ്റ്റായിട്ട് വന്നതാണ്. അതിൽ എന്നെ ലിറിക്സ് എഴുതാനാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ആ ലിറിക്സ് എഴുതിയിട്ട് കേൾക്കാനൊരു രസം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒരു സാമ്പിൾ ട്യൂൺ ഇട്ട് ഡയറക്ടർ കേൾപ്പിച്ചു കൊടുത്തത്. അപ്പോൾ പക്ഷേ പുള്ളിക്ക് ആ ട്യൂൺ തന്നെ ഇഷ്ടപ്പെട്ടിട്ട് സിനിമയിലെടുക്കാൻ ഉണ്ടായത്. ഫാമിലിയുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കൊക്കെ സോങ് ചെയ്ത സമയത്ത്? അവർക്ക് ഭയങ്കര സന്തോഷമായി. സോങ് ചെയ്തതിലുപരി എനിക്ക് ആ സോങ്ങിൽ അപ്പിയർ ചെയ്യാനും പറ്റി. കാര്യം എനിക്ക് ഈ പറഞ്ഞ പോലെ ചാൻസ് ചോദിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് ഞാൻ. കാര്യം നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അന്ന് ഞാൻ ഡയറക്ടറുടെ അടുത്ത് സോങ് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, കുറച്ചിങ്ങനെ അഭിനയിക്കാൻ ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും വെറുതെ ബാക്കിൽ ബട്ടനായിട്ട് വന്നാലും അങ്ങനെയാണെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പുള്ളി സോങ്ങിൽ ഇങ്ങനെ ഇതിനുള്ളൊരു സ്കോപ്പ് ഉണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി എഴുതി. അങ്ങനെ ആ സോങ്ങിൽ അപ്പിയർ ചെയ്യാനും പറ്റി. അപ്പോൾ ഞാൻ എന്നെ തന്നെ ആദ്യമായിട്ട് തിയേറ്ററിൽ കണ്ടു. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. വീട്ടുകാരൊക്കെ ആയിട്ട് പോയി കണ്ടു. നല്ല സന്തോഷം. എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് ഇൻസ്പയർ ആയത്? ഈ ഒരു ഫീൽഡിലേക്ക് ഇൻസ്പയർ ആയത് എങ്ങനെയാണ്? മ്യൂസിക്കാണോ? എൻ്റെ അച്ഛൻ മ്യൂസീഷ്യനാണ്. അച്ഛൻ കർണാട്ടിക് വോക്കലിസ്റ്റും ടീച്ചറൊക്കെയാണ്. അപ്പോൾ ചെറുപ്പം തുടങ്ങിയ അച്ഛൻ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും എനിക്ക് അനിയനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെങ്കിലും മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പം അവിടെ നിന്നുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നെ. ചെറുപ്പം തുടങ്ങിയാൽ നമ്മൾ പാട്ടും ഇതൊക്കെ കേട്ടല്ലേ വരുന്നത്. അനിയൻ ഈ ഫീൽഡല്ല? അല്ലല്ല, അനിയൻ കാനഡയിലാണ് വർക്ക് ചെയ്യാണ്. അതെ. ഈ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും കാർത്തിക് സെലക്ട് ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വെറൈറ്റി ആവണം എന്ന് വിചാരിച്ച് അന്വേഷിച്ച് പോകാറൊന്നുമില്ല. ഇത് എനിക്കതാ പ്രശ്നം, ഞാൻ എഴുതാൻ വേണ്ടി എഴുതാറില്ല. ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വരും. ഇപ്പോൾ ഈ ജനറൽ റോൾസൊക്കെ അങ്ങനെ വന്നാൽ അപ്പം അങ്ങനെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഈ ലൈൻസും പെട്ടെന്ന് തന്നെ കിട്ടും. അതേസമയം ഇപ്പോൾ വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് സാധനം പിടിക്കുന്ന ഈ ഇന്ന വിഷയത്തിൽ ഒരെണ്ണം ചെയ്ത് നോക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആകെ തപ്പി തടയും. അപ്പം അന്നേരം മനസ്സിലേക്ക് വരുന്ന അന്നേരം എനിക്ക് പെട്ടെന്നൊരു സ്പാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റിലായിരിക്കും ഞാൻ എഴുതുക. ഇപ്പോൾ ഈ അടുത്ത് അങ്ങനെ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, താമസിയാണ്ട് ഇറങ്ങും. ആ പാട്ടിൻ്റെ പേര് നടന്നില്ല എന്നാണ്. കുറേ ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഒരു ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ഇറങ്ങുന്ന ഒരു സോങ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ
പ്രൊഡക്ഷൻ ചെയ്യണം. ലിറിക്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. കംപ്ലീറ്റ് ആയി. ബാക്കി ഇത് നോക്കാം. അതിപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ കുറേ ശ്രമിച്ചിട്ടൊന്നും നടക്കാണ്ട് പോയ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരുടെ വിഷമം പറയലും ചെറിയൊരു മോട്ടിവേഷനും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് മനസ്സിലായത്. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പം എത്ര ശ്രമിച്ചിട്ടും റിസൾട്ട് കാണാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ബട്ട് സ്റ്റിൽ ട്രൈയിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ വിഷമവും പിന്നെ അവർക്കുള്ള ചെറിയൊരു മോട്ടിവേഷനൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഫൺ സോങ് ആണത്. അതാണ് ഇനി അടുത്ത ചെയ്യാൻ പോകണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റ് ഇത് എനിക്ക് പെട്ടെന്നൊരു സ്പാർക്ക് ചെയ്യുന്ന ഉണ്ടായൊരു സാധനമാണ്. നമ്മൾ ഞാനും ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടൊന്നും നടക്കാത്ത പോലെ എനിക്ക് തോന്നി. എന്നാൽ പിന്നെ വെച്ച് നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പാട്ട് എഴുതാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തൊരു സാധനം അത്. നടക്കാത്ത കാര്യങ്ങളെ പറ്റി എഴുതിയതാണ്. അതെ അതെ. എക്സ് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നോ? എക്സ് ഗേൾ ഫ്രണ്ടോ? അങ്ങനെയൊന്നുമല്ല, ചെറുതായിട്ടൊക്കെ. കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ എന്നോട് ചോദിക്കണമല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അല്ല, അങ്ങനെ റിലേഷൻസ് ഒക്കെ ഇപ്പോൾ എല്ലാവരുടെ ലൈഫിൽ ഉള്ള പോലെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഫറക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ഇല്ലേ? ഈ പ്രായത്തിനിടെ ഇല്ല. അതെന്ത് പറ്റി? എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് പറ്റിയ ഒരാളെ കണ്ടിട്ടില്ല ഇതുവരെ? കിട്ടിയില്ല. കിട്ടുകയാണെങ്കിൽ ഷുവർ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അതിൽ ഉടനെ കിട്ടട്ടെ. ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ടങ് ട്വിസ്റ്റർ. ഓക്കെ, റെഡി? ഞാൻ ഒരു പ്രാവശ്യം പറയും, 3 പ്രാവശ്യം പറയാം. ഞാൻ 3 പ്രാവശ്യം പറയാം. പറയട്ടെ? പറഞ്ഞു. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ അല്ലേ? ഞാൻ ആക്ച്വലി ടങ് ട്വിസ്റ്ററിൽ ഞാൻ ഭയങ്കര അഗ്രഹണ്യനാണ്. കാര്യം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിതുപോലെ ക്ലാസ്സിലിരുന്ന് കളിക്കുമ്പോൾ ഞാനാണ് എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോഴും ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അതായത് ത്രിവിക്രമന്റെ അതിക്രമങ്ങളല്ലേ? സിമ്പിൾ. 3 പ്രാവശ്യം പറയണ്ടേ? ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ, ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ, ത്രിവിക്രമന്റെ അതിക്രമങ്ങൾ. പേടിയാവുന്നു. സമ്മാനം എന്താ? സമ്മാനം ഇവിടെ ഒന്നുമില്ല. ഇത് വെറുതെ കളിക്കാനുള്ളൂ, സമ്മാനമൊന്നുമില്ല. അല്ല, തരും. ലാസ്റ്റ് ഒന്ന് എന്തായാലും തരും. ഓക്കെ. ഇതിലെന്തായാലും തോൽക്കും. ദൃഷ്ടിദ്യുമ്നനും ധൃതരാഷ്ട്രരും. ദൃഷ്ടിദ്യുമ്നനും ദൃഷ്ടിദ്യുമ്നനോ? അതങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ. ദൃഷ്ടിദ്യുമ്നനും ധൃതരാഷ്ട്രരും അല്ലേ? ദൃഷ്ടിയല്ലേ? ദൃഷ്ടിദ്യുമ്നനും ധൃതരാഷ്ട്രരും അല്ലേ? 3 പ്രാവശ്യം പറയണം അല്ലേ? ഓക്കെ. ദൃഷ്ടിദ്യുമ്നനും ധൃതരാഷ്ട്രരും. പോയി. എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും സമ്മാനം. ഒരു ചാൻസ് കൂടെ തന്നെ. ദൃഷ്ടിദ്യുമ്നനും ധൃതരാഷ്ട്രരും. ഓക്കെ, കുഴപ്പമില്ല. അത് കറക്റ്റാ. എന്നാലും ടൈം എടുത്ത്. കുറച്ച് സമയം എടുത്ത്. ഉരൽ ഉരുളുമ്പോൾ മലർ ഉരുളില്ല. ദൈവമേ, ഒന്നുകൂടി പറഞ്ഞേ. ഉരൽ ഉരുളുമ്പോൾ മലർ ഉരുളില്ല. ഞാൻ തന്നെ കഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു കാര്യം. മല ഉരുളില്ല എന്നല്ലേ? ഇതില് മലർന്നുള്ളത്. മലർ ഉരുളില്ല. ഓക്കെ. അയ്യോ, ഇത് ഞാൻ ആദ്യമായിട്ട് കേട്ടോ. മറ്റേ ഞാൻ പിന്നെ കേട്ടോ. മല ഉരുളില്ല എന്നല്ലേ ശരിക്കും? അല്ലല്ല, മലരാണല്ലോ ഇതിന്റെ ഉള്ളില്. ഉരൽ ഒന്നുകൂടി വായിച്ചേ. ഉരൽ ഉരുളുമ്പോൾ മലർ ഉരുളില്ല. ഉരൽ അല്ലേ? ഉരൽ അല്ലല്ലോ. ഉളുരല്ല, ഉരുളുമ്പോൾ. ഞാൻ പഠിക്കട്ടെ. ഉരൽ ഉരുളുമ്പോൾ മലർ ഉരുളില്ല. അത്രയല്ലേ ഉള്ളൂ. ഉരൽ ഉരുളുമ്പോൾ മലർ ഉരുളില്ല. ഉരൽ ഉരുളുമ്പോൾ. ഇത് പറയുകയാണോ? അതെ. കുറച്ചുകൂടെ സ്പീഡില്ല. അത്ര നല്ല സ്പീഡ് ഉണ്ടല്ലോ അത്. ഉരൽ ഉരുളുമ്പോൾ മലർ ഉരുളില്ല. ഉരൽ ഉരുളുമ്പോൾ മലർ ഉരുളില്ല. ഉരൽ ഉരുളുമ്പോൾ മലർ ഉരുളില്ല. പഠിച്ച ഞാൻ സെറ്റാണ്, ഞാൻ പറഞ്ഞില്ലേ. നെക്സ്റ്റ് പറയാൻ പോയത് എന്ത് പാടേ. കുട്ടപ്പൻ. ഇത് തീർന്നു. ഇത് എത്ര ഉണ്ട്? ഇത് കഴിഞ്ഞു. ഇത് ലാസ്റ്റാ. കുട്ടപ്പൻ കുപ്പി തപ്പി തട്ടാൻ തപ്പി കുപ്പി. ഒന്നോട് പറയാം. കുട്ടപ്പൻ കുപ്പി തപ്പി. ഓക്കെ. തട്ടാൻ തപ്പി കുപ്പി.
തട്ടാൻ തപ്പി കുപ്പി. കുട്ടപ്പൻ കുപ്പി തപ്പി, അത് മനസ്സിലായി. തട്ടാൻ തപ്പി കുപ്പി. ആ അതായത് ഇവരിപ്പോൾ രണ്ടുപേരും കുപ്പിയാണ് തപ്പുന്നത്. കുട്ടപ്പൻ കുപ്പി തപ്പി, തട്ടാൻ തപ്പി കുപ്പി അല്ലേ? ഓ ഇത് മറ്റേ തുടങ്ങാൻ മറ്റേ പാലിൻഡ്രോം പോലെ. ഒന്നുകൂടി ഒരു പ്രാവശ്യം പറഞ്ഞേ. കുട്ടപ്പൻ കുപ്പി തപ്പി, തട്ടാൻ തപ്പി കുപ്പി. ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. കുട്ടപ്പൻ കുപ്പി തപ്പി, തട്ടാൻ തപ്പി കുപ്പി. കുട്ടപ്പൻ കുപ്പി തപ്പി, തട്ടാൻ തപ്പി കുപ്പി. കുട്ടപ്പൻ കുപ്പി തപ്പി, തട്ടാൻ തപ്പി കുപ്പി. താങ്ക് യു. എന്തായാലും സമ്മാനമുണ്ട്. ഇത് പോകുമ്പോൾ തരും കേട്ടോ. ആ ഏറ്റവും പ്രിയപ്പെട്ട റാപ്പർ അല്ലെങ്കിൽ സംഗീതജ്ഞൻ ആരാ? സംഗീതജ്ഞനെ റാപ്പറെ രണ്ടും രണ്ടായിട്ട് പറയേണ്ടി വരും. രണ്ടായിട്ട് പറയാം. പാട്ടുകാരിൽ എനിക്കിഷ്ടം അർജീത് സിംഗിനെയാണ്. അരിജിത് സിംഗ്. അർജീത് സിംഗിൻ്റെ പാട്ടുകൾ, അത് പ്രീതം കമ്പോസ് ചെയ്ത പാട്ടും അർജീത് സിംഗ് പാടിയതുമാണെങ്കിൽ ഭയങ്കര ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ട്രൈ ചെയ്യുന്നു ഏത് പാടിയിട്ട്? പ്രീതം കമ്പോസ് ചെയ്ത പാട്ടാണോ? അത് ഒത്തിരി പാട്ടുകളുണ്ടല്ലോ അർജീത് സിംഗ് പാടിയത്. ഫോർ എക്സാമ്പിൾ മറ്റേ പാട്ട് महफिल में तेरी हम न रहे जो गम तो नहीं है, गम तो नहीं है किसे हमारी नजदीकियों के कम तो नहीं है, कम तो नहीं है. कितनी दफा सुबह को मेरी तेरे आंगन में बैठे मैंने शाम किया. चन्ना मेरे या चन्ना मेरे या चन्ना मेरे या बेलिया ओ पिया. चन्ना मेरे या चन्ना मेरे या चन्ना मेरे या बेलिया. ആ പാട്ട്. താങ്ക് യു. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റാപ്പർ എന്ന് പറയാനാണ് എമിനം. എമിനം എന്ന് പറഞ്ഞൊരു റാപ്പറുണ്ട്, അറിയോ? കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അല്ലല്ലേ, അങ്ങനെ ഒരാളുണ്ട്, ലോക പ്രശസ്തനാണ്. എമിനമിൻ്റെ റാപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് കാണാതെ പഠിച്ച് പാടിയിട്ടുള്ളൊരു റാപ്പ് എമിനമിൻ്റെ ആയിരുന്നു. അപ്പം എനിക്ക് പുള്ളിയായിട്ടൊരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട്. പിന്നെ ഇപ്പം മലയാളത്തിൽ ഒരുപാട് പേരുടെ റാപ്പ് ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പം നമ്മളുടെ ഫെജോൻ്റെ ആണ് ആദ്യം കേട്ട് തുടങ്ങിയത്. ഫെജോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ തിരുമാലി, അങ്ങനെ ഉള്ള അവർ രണ്ടുപേരെയും എനിക്ക് മലയാളത്തിൽ പ്രത്യേക ഇഷ്ടമുള്ള റാപ്പേഴ്സാണ് അവർ രണ്ടുപേരും. എന്തോ എനിക്ക് അവർ എഴുത്തായിരിക്കാം. ഇപ്പം ഫെജോൻ്റെ കുറേ കൂടി റൈമിങ്, പ്രാസം ഒപ്പിക്കുന്ന കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫെജോൻ്റെ എനിക്ക് ലിറിക്സ് എനിക്ക് ഇഷ്ടമാണ്. തിരുമാലിയുടെ പിന്നെ ഒരു വൈബാണ്. ആ ഒരു വേടൻ അടിപൊളിയല്ലേ. ഞാൻ പറഞ്ഞത് എല്ലാവരും സൂപ്പർ തന്നെ, പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റുണ്ട്. അപ്പോൾ എൻ്റെ ടേസ്റ്റിന് എനിക്ക് കുറച്ചും കൂടി ഞാൻ എൻജോയ് ചെയ്യുന്ന സാധനങ്ങൾ ഇവരെ രണ്ടുപേരെ, ഫെജോ തിരുമാലിയാണ്. വേടൻ ഓഫ് കോഴ്സ്, വേടൻ്റെ റൈറ്റിംഗ് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഇമോഷൻ കലർന്ന ഒരു സാധനമാണ്. വേടൻ്റെ വോയിസ് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ കേട്ടില്ല, അത് എന്തോ ഒരു പഞ്ചുണ്ട് അതിൽ. ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്കിഷ്ടം. മലയാള ഇൻഡസ്ട്രി തന്നെ ഈ റാപ്പ് എന്നുള്ളത് ഈ മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ചലഞ്ചസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് ആദ്യം ഇപ്പോൾ ഒരു 10-12 വർഷം മുമ്പായിരുന്നുണ്ടെങ്കിൽ അതുണ്ടായിരുന്നു. ഇപ്പം ഒന്നുമില്ല. ഇപ്പം റാപ്പ് കേട്ട ആൾക്കാർ ഭയങ്കര ഫെമിലിയർ അല്ലേ. ആ ഒരു ജോണറായിട്ട് പിന്നെയും ആൾക്കാർക്ക് ഇപ്പം അറിയാം എന്താണെന്നുള്ളത്. ആദ്യമൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് മലയാളത്തിൽ റാപ്പ് എഴുതാൻ ഭയങ്കര പാടാണ്. കാര്യം നമുക്ക് മലയാളം വാക്കുകൾ തന്നെ ഉപയോഗിച്ച് പ്രാസമൊപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഇങ്ങനെ ശ്രമിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളത്തിൽ അത് കുറച്ച് പണിയാണെന്നുള്ളത്. പക്ഷേ പിന്നീട് പല സോങ്സും വന്നു, അത് മലയാളത്തിലും പോസിബിൾ ആണെന്നും അത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഓഡിയൻസും അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. ഈ ഗള്ളി ബോയ് മൂവി കണ്ടിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ട് റാപ്പ് എഴുതണമെന്നൊക്കെ ആഗ്രഹം തോന്നുന്നത്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്? ഇല്ലല്ലേ? അല്ലേ, കണ്ടോക്കണം. ഗള്ളി ബോയ് ഭയങ്കര കിടലൻ. മറ്റേ ഈ പാട്ടില്ലേ, അപ്റ്റാ ടൈം ആയിക എന്ന് പറഞ്ഞ ഹിന്ദി പാട്ട് കേട്ടില്ല, അത് ഗള്ളി ബോയിലെ. അപ്പം അത് കേട്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി
സ്വന്തമായിട്ട് റാപ്പൊക്കെ എഴുതി തുടങ്ങണമെന്നുള്ളൊരാഗ്രഹം ആ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ എഴുതിയ ഒരു 2-3 പാട്ടൊന്നും ഞാൻ ഇവിടെ ഇറക്കിയിട്ടില്ല. കാര്യം അത്രയ്ക്ക് ബോറായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അതിനൊക്കെ റെസ്പോൺസ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് പിന്നെയും കോൺഫിഡൻ്റ് ആയി തുടങ്ങിയത്. ഇപ്പോൾ എഴുത്തിൽ എനിക്ക് വലിയ കുഴപ്പമില്ല, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ വലിയ കാവ്യാത്മകമായിട്ട് എഴുതുന്ന ആളൊന്നുമില്ല. ജസ്റ്റ് സംസാര ഭാഷ തന്നെ പാട്ടാക്കി മാറ്റുന്നു എന്നുള്ള കാര്യം എനിക്ക് അങ്ങനെ എഴുതാനേ അറിയൂ. എനിക്കങ്ങനെ ഒരുപാട് വായിച്ചുള്ള അറിവോ ഒരുപാട് മലയാളം ബുക്സ് വായനയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഭാഷ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു താളത്തിൽ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും അതുപോലെ. അതിപ്പോൾ ജെൻഡർ റോൾസ് ആണെങ്കിൽ എല്ലാ പാട്ടും ആ രീതിയിൽ തന്നെ ഉള്ളതാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു എഴുത്തിൽ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോങ് ഷൂട്ട് ചെയ്യാനൊക്കെ ഈ മൊബൈലും ലാപ്ടോപ്പും അങ്ങനെ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറേ ചലഞ്ചസ് ഉണ്ടാവില്ലേ? അതെന്തൊക്കെയാ? അങ്ങനെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? ഷൂട്ട് ചെയ്യാനാണോ? ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല, എല്ലാത്തിലും. പാട്ടുണ്ടാക്കുമ്പോൾ ആകെയുള്ള ചലഞ്ച് എന്ന് വെച്ചാൽ എനിക്കിത് പ്രൊഡക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പാട്ടിന് ബീറ്റ് സെറ്റാക്കി. ഇപ്പോൾ ഞാനൊരു സാധനം എഴുതി കഴിഞ്ഞാൽ അതിന് ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ എനിക്ക് പലപ്പോഴും അതാണ് എനിക്കില്ലാത്തൊരു റിസോഴ്സ്. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നെറ്റിൽ നിന്ന് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് കിട്ടും. അതിനെ ബീറ്റായിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ എൻ്റെ മിക്ക പാട്ടുകളും പാടിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ സ്വന്തം പാട്ടായിട്ട് റിലീസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മ്യൂസിക് നെറ്റിൽ നിന്ന് എടുത്തേക്കുന്നതായതുകൊണ്ട് നമ്മളത് ഒറിജിനലായിട്ട് ചെയ്യണം. അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്. കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ബീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാമ്പിൾ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരാരും ചെയ്യുന്നത് എനിക്ക് അങ്ങോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നൊരു ഇതിലോട്ട് വരുന്നില്ല. കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിലേക്ക് വരുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ച്. പക്ഷേ ഇപ്പോൾ ഈയിടെ ആയിട്ട് കുറച്ച് കണക്ഷൻസും 1-2 മ്യൂസീഷ്യൻസൊക്കെ ആയിട്ട്, ഐ മീൻ ഈ പ്രോഗ്രാമേഴ്സ്, ഈ ബീറ്റ്സ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാരായിട്ട് ഇപ്പോൾ ടൈപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സോങ് ഇപ്പോൾ നടന്നില്ല എന്ന് പറഞ്ഞ സോങ്ങൊക്കെ ആ രീതിയിൽ ഇപ്പോൾ ചെയ്യാൻ പോകണം. അപ്പോൾ ആ ചാലഞ്ച് ഇപ്പോൾ ഈയിടെ ആയിട്ട് ഒന്ന് ശരിയായി വരുന്നുണ്ട്. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പ്രൊഫഷണലി ഇപ്പോൾ എൻ്റെ ഒരു പാട്ടും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല, ഒരു വീഡിയോ പോലെ ആക്കിയിട്ടില്ല. എല്ലാം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഇടാൻ വേണ്ടി എടുക്കുന്ന വീഡിയോസ് അങ്ങനെ തന്നെ ഉള്ളൂ. പക്ഷേ പ്രൊഫഷണലി ഷൂട്ട് ചെയ്ത് ഇറക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നാളെ ഒരു സോങ് ഇറങ്ങിയിട്ട് ആ സോങ് അത്യാവശ്യം ജനശ്രദ്ധ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി അപ്പം ആലോചിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓഡിയോ പക്കയായിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പം അതിലാണ് ഫോക്കസ്. ചേട്ടാ തന്തവൈബാണോ? തന്തവൈബാണോ? ആണോന്ന് ചോദിച്ചാൽ അത് ഇപ്പം ഞാനല്ലല്ലോ പറയേണ്ടത്. അല്ല, എന്നാലും ഇപ്പൊ 2K കിഡ്സ് ഒക്കെ അല്ലേ. 2K കിഡ്സിനെ പറ്റി എന്താ അഭിപ്രായം? 2K കിഡ്സ് അഭിപ്രായം എന്ന് പറയുമ്പോൾ എല്ലാവരും അടിപൊളിയല്ലേ. എല്ലാ ജനറേഷനും അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ടല്ലോ. പിന്നെ പുതിയ ജനറേഷനോട് പഴയ ജനറേഷൻ ഒരു എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഒരു പുച്ഛം ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ആക്ച്വലി ഒരു സൈക്കിൾ പോലെയാണ്. അതെല്ലാ ജനറേഷനും അതുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ 2K കിഡ്സ് വലുതാകുമ്പോഴത്തേക്കും അവരെ തൊട്ടടുത്ത ജനറേഷന് ഇവർ പല കാര്യങ്ങളും കളിയാക്കുന്ന പോലുള്ള ഇത് വരും. അപ്പോൾ അത് അങ്ങനെ ഒരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ ആരും മോശമാണെന്നോ അല്ലെങ്കിൽ ആരും ബെറ്റർ ആണെന്നോ അങ്ങനെയൊന്നുമില്ല. അത് ഈ ലോകത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. ഓരോ ജനറേഷൻ വരുമ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അത് ആക്ച്വലി അതിനെപ്പറ്റി ഏതോ ഒരു വിദഗ്ധൻ പറഞ്ഞിട്ടുണ്ട്, ജുവനോ അങ്ങനെ എന്തോ ആണ് അതിനെ പറയുന്നതെന്ന്. അതായത് ഓരോ ജനറേഷനും വിശ്വസിക്കുന്നത് അവരുടെ ജനറേഷൻ തൊട്ട് മുമ്പത്തെ ജനറേഷനേക്കാൾ സ്മാർട്ടറാണെന്നും ഇനി വരാൻ പോകുന്ന ജനറേഷനേക്കാൾ വൈസറാണെന്നുമാണ്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണ. അങ്ങനെയൊന്നുമില്ല. ഓരോ ഇപ്പം നമ്മളെ അച്ഛനമ്മമാർ ചെറുപ്പകാലത്ത് അവരുടെ പാരൻസ് വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇവർ മറ്റേ സിനിമാ മാസികയും ഇങ്ങനത്തെയൊക്കെ വായിച്ചിട്ട് വഴിതെറ്റി പോകുന്നുള്ളതായിരുന്നു അവരുടെ പേടി. നമ്മളുടെ ജനറേഷൻ അല്ല, നമ്മളെ ജനറേഷൻ പറയാൻ പറ്റുമെന്ന് അറിയില്ല, നമ്മൾ വേറെയാണെന്ന് തോന്നുന്നു. എൻ്റെ ജനറേഷൻ ചെറുപ്പത്തിലെ നമ്മൾ കുറേ സമയം TV കണ്ട് ഇരുന്ന് വഴിതെറ്റി പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഇപ്പം എൻ്റെ കൊച്ചു നാളെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ, ഇപ്പം എൻ്റെ കൊച്ചുണ്ടാവണമെന്നില്ല, ഇപ്പോഴത്തെ തന്നെ ചെറിയ പിള്ളേർ ഫോണ് യൂസ് ചെയ്ത് അതുവഴി അഡിക്റ്റ് ആവുമോ, വഴിതെറ്റി പോകുന്നതാണ് നമ്മുടെ പേടി. ഇനി അവർക്ക് പിള്ളേരുണ്ടാകുമ്പോൾ നാളെ വല്ല AI ടെക്നോളജി വരെ വഴിതെറ്റിക്കുമോ എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാ ജനറേഷനിലും അതിൻ്റേതായിട്ടുള്ള പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഈ പറഞ്ഞ പോലെ സൈക്കിൾ പോലെയാണ്. ആരും ആരെക്കാളും മോശമല്ല, ആരും ആരെക്കാളും ബെറ്ററും അല്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? 2K കിഡാണോ? ഞാൻ 2K കിഡാണ്. എന്നാ ജനിച്ചത്? 2005.
ആണല്ലേ 2005 അപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. കുറച്ച് നാളായിട്ടുള്ളൂ. ജസ്റ്റ് 19. ഇപ്പം ലാസ്റ്റ് എന്താ ചോദിച്ചേ? 2K കിഡിന് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാണ്ടോ? അഡ്വൈസാ? ഒരിക്കലും ഇല്ല. ഇല്ലേ? കാര്യം ഞാൻ അഡ്വൈസ് കൊടുക്കാൻ ഞാൻ ആളല്ല. കാര്യം ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും അവരവരുടെ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പം അഡ്വൈസ് കൊടുക്കാന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ പരിമിതിയിൽ നിന്ന് എൻ്റെ അറിവ് വെച്ചിട്ടുള്ള ഒരു വേണമെങ്കിൽ എന്തെങ്കിലും സജഷനോ അങ്ങനെ എന്തെങ്കിലും ഇപ്പം ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ മാത്രം ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഓരോ ജനറേഷൻ കഴിയുമ്പോഴും ഓരോരുത്തരുടെ എക്സ്പീരിയൻസസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ 90s കിഡ്സിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് അല്ല ഒരു 2K കിഡിന് ഉണ്ടാവുക. നിങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളും ടെക്നോളജി എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം അതിനെ കമ്പയർ ചെയ്ത് ഇപ്പോൾ ഞാനൊരു അഡ്വൈസ് കൊടുത്തിട്ട് അത് ഒരു ജനറൽ ഇപ്പോൾ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറയുന്ന രീതിയിൽ അതാണ് എപ്പോഴും ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ കാലഘട്ടത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ചുറ്റുപാട് വെച്ച് നമ്മൾ വിശ്വസിക്കുന്ന കുറേ ശരികളാണ്. ഇപ്പോൾ പണ്ട് 80കളിലെ ശരി ഇന്ന് ശരിയല്ലല്ലോ, 90കളിലെ ശരി ഇന്ന് ശരിയല്ല, അത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ 80ലും 90ലും അത് ഭയങ്കര ശരിയാണെന്ന് ആൾക്കാർ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളുണ്ടല്ലേ. ഇന്നിപ്പോൾ കല്യാണം കഴിക്കണോ എന്നുള്ളത് തന്നെ ഒരു ഓപ്ഷനായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ 80കളിലും 90കളിലും അതൊരു ഓപ്ഷൻ അല്ലായിരുന്നു എന്ന് പറയുന്ന പോലെ. കാർത്തി ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? എനിക്ക് അറിയാവുന്ന കുട്ടിയാണ് കല്യാണം കഴിച്ചത്. ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കല്യാണത്തിന് ശേഷമാണോ? ശേഷവും മുമ്പും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മാറി. കാര്യം കല്യാണത്തിന് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ എപ്പോഴും ഒരാളില്ലല്ലോ. ഇപ്പം എന്ന് വെച്ചാൽ ഫുൾ ടൈം കൂടെ ഒരാളുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പം എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും പെട്ടെന്ന് അഭിപ്രായം ചോദിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് കൂടെ ഒരാളെപ്പോഴും ഉള്ളത് ആണ് മെയിനായിട്ടുള്ള. കല്യാണത്തിന് മുമ്പാകുമ്പോൾ നമുക്ക് കുറേ കൂടി ഫ്രീഡം ഉണ്ട്. ഫ്രീഡം എന്ന് ഞാൻ പറയുമ്പോൾ ചിലർക്ക് തോന്നും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഭാര്യ പിടിച്ച് ഇങ്ങനെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫ്രീഡം എന്താണെന്നറിയോ, നമ്മൾ ഇപ്പോൾ രാത്രി എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു കല്യാണത്തിന് മുമ്പാണെങ്കിൽ 11 മണിക്ക് വിളിച്ചിട്ട് തട്ടയുടെ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് പോവാം. കല്യാണത്തിന് ശേഷം എനിക്ക് പോവാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വൈഫ് വീട്ടിൽ ഒറ്റയ്ക്കാണല്ലോ ഇരിക്കുന്ന. കാര്യം അവൾക്ക് വീട്ടിൽ ആകെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഞാനാണല്ലോ. അപ്പോൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ ബോറടിച്ചിരിക്കുകയാണല്ലോ എന്നുള്ളൊരു സാധനം നമ്മളുടെ ഉള്ളിൽ, അത് നമുക്ക് എന്താ പറയുക, നമ്മുടെ പാർട്ണറോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഇതും കൂടിയാണ്. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഒന്നിനെ പറ്റി ബോധേഡാവാണ്ട് നിൽക്കായിരുന്നു. കല്യാണത്തിന് ശേഷം നമ്മൾ പോലും അറിയാണ്ട് ഇപ്പം എന്ന് വെച്ചപ്പോൾ അവൾ രാത്രി പോകണ്ടെന്നോ കൂട്ടുകാരെ കാണണ്ടെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പോയാലും എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു സാധനം ഇങ്ങനെ കിടക്കും. അതാണ് ഞാൻ ഒരു മെൻ്റൽ ഫ്രീഡത്തിൻ്റെ സാധനമാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ കുറച്ചും കൂടെയൊക്കെ റെസ്പോൺസിബിൾ ആവും, റിസ്കുകൾ എടുക്കുന്നതൊക്കെ കുറയും. അതാണ് ഞാൻ നേരത്തെ ഒരു വിൻഡോയിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ യൂട്യൂബൊക്കെ ഫുൾ ടൈം ചെയ്ത് നോക്കാൻ പറ്റുന്നത്. അപ്പം റെസ്പോൺസിബിലിറ്റീസ് കൂടുതൽ വന്നു കഴിയുമ്പോൾ നമ്മൾ പിന്നെ കുറേ കൂടി കൺസേൺഡ് ആവും. അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ലൈഫിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഒന്നുമില്ല. മുമ്പും ശേഷവും അതിൻ്റേതായ രീതിയിൽ സന്തുഷ്ടവാനാണ് ഞാൻ. അതെ. ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ തന്നെയാണോ? ഒരു സെയിം വൈബ്? അതെ. ട്രാവല് സത്യം പറഞ്ഞാൽ എന്നെക്കാളും ബെറ്ററായിട്ട് ചെയ്യുന്ന ആളാണ് അവള്. കാര്യം എനിക്ക് ഓർമ്മയുണ്ട് കല്യാണത്തിന് മുമ്പ് നമ്മൾ രണ്ടുപേരും ബാച്ചിലർ ട്രിപ്പ്, ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് വ്ളോഗറാണ് മാഹിൻ മച്ചാനായിട്ട് ഞാൻ തായ്ലൻഡ് പോയിരുന്നു. അപ്പോൾ അവളും അവളുടെ കസിൻസായിട്ട് തായ്ലൻഡിൽ തന്നെ പോയിരുന്നു. അപ്പം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ പോയി കുറച്ച് കറങ്ങിയിട്ട് പോന്നു. ഞങ്ങൾ പട്ടായാണ് പോയത്, അവൾ ഫുക്കറ്റാണ് പോയത്. രണ്ട് സ്ഥലം തായ്ലൻഡ് തന്നെ ആണെങ്കിലും. പക്ഷെ ഒരാഴ്ചയോളം ഉണ്ടായി, ഞങ്ങളൊരു 4 നൈറ്റ് ഉണ്ടായുള്ളൂ. അപ്പം ഞങ്ങൾ പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ അവൾ കസിൻസായിട്ട് പോകണം. അപ്പോൾ അവളുടെ സ്റ്റോറീസ് ഇതെല്ലാം കണ്ടപ്പോൾ ഇതുവരെ കുറേ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളും കുറേ ആക്ടിവിറ്റീസ്, മറ്റേ സിപ്പ് ലൈനും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. അപ്പോൾ ആ സ്റ്റോറിൻ്റെ മായ്മച്ചൻ എന്നെ വിളിച്ചു ചോദിച്ചേട്ടാ നമ്മളെവിടെയാണ് പോയത്, അവളെ കണ്ട് പടിയുടെ എവിടെയൊക്കെ പോയി. നമ്മൾ ചുമ്മാ അവിടെ പോയിട്ട് കറങ്ങി വന്നു, അവിടെ വേറെ ഇനിയും സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നുള്ള രീതിയിൽ മായ്മച്ചാനൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാർ ഭയങ്കര ഒരു എക്സ്പ്ലോറേഷൻ മൈൻഡുള്ള ആളാണ്. എല്ലാ സ്ഥലത്ത് ചെന്നാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നാഗ്രഹിക്കുന്ന, എന്നെയും കൂടി കാണാൻ പ്രേരിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെക്കാളും ബെറ്റർ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഞാനെന്ന് വെച്ചാൽ എനിക്ക് പോകണം, വീഡിയോ എടുക്കണം, എനിക്കെല്ലാം വീഡിയോയിൽ കിട്ടിയോ എന്നുള്ളതാണ്. വീഡിയോ ആണ് മെയിൻ. നമ്മളങ്ങനെയാണല്ലോ, വ്ളോഗർ ആയതുകൊണ്ട് എനിക്കെല്ലാം വീഡിയോ കിട്ടിയോ എന്നുള്ളതാണ്. പക്ഷെ പുള്ളിക്കാർ കുറേ കൂടി എക്സാക്ട്ലി. അപ്പോൾ ആ എക്സ്പീരിയൻസിനോട് ഭയങ്കര കാര്യം അവർക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല, വീഡിയോ ഞാനല്ലേ എടുക്കുന്നത്, അതിൽ ജസ്റ്റ് പെടുന്നില്ല. അപ്പോൾ കുറേ കൂടി
ഇപ്പം ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ നമുക്ക് കുറച്ചും കൂടി നടക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി അവിടെയും കൂടി കാണാം, അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാൻ. കാര്യം ഞാൻ മടുത്തു കഴിഞ്ഞാൽ മതി പോകാമെന്ന് പറയും. പക്ഷെ അവളങ്ങനെയല്ല, എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാമെന്ന്, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സെയിം വൈബൊക്കെ ഉള്ള ഒരാളാണ്. അതെ അതെ അതെ, കാർത്തി ഭാഗ്യവാനാണ്. അതെ ആണ്. അതെ. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1.5 year എന്തായാലും ആയി. വിശേഷമായില്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും വന്നിട്ടുണ്ടാവും. അത് സർപ്രൈസിങ്ങിൽ അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല, എന്നാലും കുറച്ച് അവിടെ നിന്നൊക്കെ ഉണ്ട്. ഇപ്പൊ ജെൻഡർ റൂൾസ് ആണല്ലോ എന്തായാലും കുറച്ച് ഹിറ്റായത്. അപ്പൊ അത് നമുക്ക് വേണ്ടി പാടാവാം. ജെൻഡർ റൂൾസാ? അത് ഞാൻ കുറേ നാൾ കുറേ സ്ഥലത്ത് പാടി ജസ്റ്റ് 2 lines ഒക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ലിറിക്സ് ഞാൻ അല്ല, എനിക്ക് ഓർമ്മയില്ല. കാര്യം ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തും പാടാറില്ല. എന്നാലും ആദ്യത്തെ കുറച്ച് ലൈൻസ് ഇറ്റ് ഗോസ് ലൈക്ക്: ആണായാൽ കരയല്ലേ, പെണ്ണായാൽ കൂനിയല്ലേ, ആരുണ്ടാക്കി ജെൻഡർ റോൾസ്. ആണായാൽ തളരല്ലേ, പെണ്ണായാൽ വളരല്ലേ, ആരുണ്ടാക്കി ജെൻഡർ റോൾസ്. വിഷമം വന്നാൽ നീ കടിച്ചമർത്തണം, ആരോടും പറയാതെ പിടിച്ച് നിൽക്കണം. 21 വയസ്സിനുള്ളിൽ ബാക്കി മറന്നു. 21 വയസ്സിനുള്ളിൽ ജോലിയും കാറും എല്ലാം നേടണമെന്നായിരുന്നു. അതെന്താന്ന് ഞാൻ മറന്നുപോയി. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം കുറേ നാൾ എല്ലായിടത്തും പാടി വെറുപ്പിച്ചാണ്. പിന്നെ കുറേ നാളായിട്ട് ഞാൻ ഇപ്പോൾ ഇത് പാടാണ്ട് വെച്ചേക്കായിരുന്നു. അതെല്ലാടെയും പാടുന്നുണ്ടോ? അല്ല, ഒരു സമയത്ത്. കാര്യം അന്ന് 2021 ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ ഒരു 2023 വരെയും കുറേ സ്ഥലങ്ങളിൽ ഞാനത് പാടിയിട്ടുണ്ട്. അപ്പോഴാണ് 2 വർഷത്തോളം ആൾക്കാർ അത് ഓർത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നും ഇപ്പോൾ വഴിയിലൊക്കെ വെച്ച് ആരെങ്കിലും കണ്ടു തിരിച്ചാലാണ് സംസാരിക്കുമ്പോൾ എന്നോട് ജെൻഡർ റോൾസിൻ്റെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇതിന് ഇത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അന്ന് ഓഫ് കോഴ്സ് നല്ല രീതിയിൽ ഷെയറും കാര്യങ്ങളൊക്കെ പറ്റും. പക്ഷേ ഇന്ന് ആൾക്കാർ ഓർത്തിരിക്കുന്നത് വെരി സർപ്രൈസിങ്. ഈ ഫാൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ടോ? മെസ്സേജസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജസ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ മെയിനായിട്ട് അതാണ് നോക്കാറ്. വാട്സാപ്പിൽ ഞാൻ തീരെ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് പലരും എന്നോട് വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം മെസ്സേജ് അയക്കാനാണ് ഇൻസ്റ്റയിൽ ആണ് ഞാൻ കൂടുതൽ ആക്റ്റീവ് ചെയ്യുന്നത്. റിപ്ലൈ കൊടുക്കാറുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കും. എങ്ങനെ കൂടുതലും ഗേൾസ് ആണോ അല്ലെങ്കിൽ ബോയ്സ് ആണോ ഫാൻസ് ഒക്കെ ആയിട്ട് വരുന്നത്? അങ്ങനെയൊന്നുമില്ല, 2 ആൾക്കാരും ഉണ്ട്. ഫാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അവർ നമ്മളുടെ കോണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ഈയിടെയായിട്ട് എനിക്ക് കൂടുതലും വിഷ് വീഡിയോ ചോദിച്ചുള്ള വീഡിയോ ആണ്, മെസ്സേജസാണ് വരാറ്. കോളേജിലെ പരിപാടി ഉണ്ടായിട്ട് അയക്കുമെന്ന് ചോദിച്ചിട്ട്. കാര്യം ഇപ്പോൾ ഞാൻ പാട്ട് ഇതൊക്കെ ഇട്ടിട്ട് കുറേ ആയല്ലോ. പക്ഷെ പുറത്ത് വെച്ച ആൾക്കാർ കാണുമ്പോൾ ഫസ്റ്റ് പറയുന്നത്, ഞാനിപ്പോൾ എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും പുറത്ത് വെച്ച് കാണുന്ന ഒരാൾ ആദ്യം പറയുന്ന പാട്ട് കേൾക്കാറുണ്ടെന്നാണ്. ഈവൻ ഞാൻ പാട്ടിട്ടിട്ട് കുറേ നാളായെങ്കിൽ പോലും പാട്ട് കേൾക്കാറുണ്ട്. ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ അതൊക്കെ ഭയങ്കര സന്തോഷം. അപ്പം ഞാനപ്പോൾ വിചാരിക്കും, ഈശ്വര ലാസ്റ്റ് ഞാൻ എന്നാണ് ഒരു പാട്ടിട്ട് കുറേ നാളായല്ലോ. എന്നാണ് ലാസ്റ്റ് ഇട്ട്? അത് ഞാൻ കുറച്ച് നാളായി. അപ്പോൾ അന്ന് പക്ഷേ എൻ്റെ കുറേ കവേഴ്സ് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് പ്ലേലിസ്റ്റ് ആയിട്ടിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട് എന്നൊക്കെ എനിക്ക് അങ്ങനെ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സോങ് കേട്ടിട്ട് ഇൻഫ്ലുവൻസ് ആയ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടോ? കുറേയൊന്നുമില്ല, എന്നാലും ചിലരൊക്കെ പാട്ട് കേൾക്കുന്നുള്ള അഭിപ്രായം പറയില്ല. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ കല്യാണ റാപ്പ് എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫോഴ്സ്ഡ് മാരേജസ്, ചില പെൺകുട്ടികളെ 18-20 വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോഴ്സ്ഡ് മാരേജസിനെതിരെ, ഫോഴ്സ്ഡ് മാരേജും അതുവഴി പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ഇതാണ് കല്യാണം റാപ്പ്. അത് കുറേ വർഷമായി. എനിക്ക് തോന്നുന്നു 2020 ഞാൻ എഴുതിയതാണ്. അത് കേട്ടിട്ട് ഒരു വീട്ടമ്മയായിട്ടുള്ളൊരു ചേച്ചി എനിക്ക് മെസ്സേജ് ഉണ്ട്, മോനെ ഈ പാട്ട് നീ ഒരു 10-15 വർഷം മുമ്പ് ഇറക്കിയെങ്കിൽ എനിക്ക് ബോധോദയം വന്നേനെ. അതെ, അപ്പം അതിൻ്റെ വിക്ടിമാണ് ഞാൻ. ഇഷ്ടമില്ലാണ്ട് കല്യാണം കഴിക്കേണ്ടതെന്ന്. കാര്യം ചിലർക്കൊക്കെ ഒത്തിരി കഴിവുകളും ഇൻട്രസ്റ്റൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷേ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുന്ന ആ രീതിയിൽ വിഷമമുള്ള 1-2 പേരൊക്കെ ആ പാട്ട് കേട്ടൊക്കെ മെസ്സേജ് ഉണ്ട്. അപ്പം അതുപോലെ ചെറുതായിട്ടൊക്കെ ഉള്ള മെസ്സേജൊക്കെ വരാറുണ്ട്. അങ്ങനെ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇത് ഇങ്ങനെ നമ്മുടെ പാട്ട് കേട്ടിട്ട് ഭയങ്കരമായിട്ട് രസം തോന്നുന്ന പറയുന്ന എല്ലാം മറക്കാൻ പറ്റാത്ത തന്നെയാണ്. കാര്യം നമ്മളതങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. കല്യാണ റാപ്പൊക്കെ എഴുതിയ സമയം എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. 2020 ലോക്ക്ഡൗൺ സമയത്താണ് ഞാൻ കാര്യമായിട്ട് റാപ്പൊക്കെ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ അങ്ങനെ ആൾക്കാർക്ക് കേട്ട് ഇഷ്ടപ്പെട്ടു, അത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. ഈ മ്യൂസിക് കരിയറിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വേടനൊക്കെ എത്തി നിൽക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ലെവലിലാണല്ലോ, ആ ഒരു ലെവലിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ? ബ്രേക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ അത് എനിക്കറിയില്ല. കാര്യം
നമ്മൾ ഇറക്കുന്ന സോങ്സിന് കിട്ടുന്ന സ്വീകാര്യതയും കൂടി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തായിരുന്നെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇറക്കാൻ പോകുന്ന സോങ്സ് എൻ്റെ ഒരു പരിമിതിയിൽ നിന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത് ആൾക്കാരെങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചും കൂടി ഇരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. അത് അപ്പോഴാണ് ഇപ്പോഴാണ്. ഇപ്പോൾ ബ്രേക്ക് എടുത്തെങ്കിൽ കൂടി ഇനി അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള കുറച്ച് സോങ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് വർക്ക് ചെയ്ത് നോക്കട്ടെ. സോങ്സ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എത്തോ ഇല്ല എന്നുള്ളത്. പക്ഷേ എന്നാലും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര കോൺഫിഡൻ്റ് ആണെങ്കിലും ആൾക്കാരെങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലല്ലല്ലോ. അതിപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്ന പോലെ തന്നെയാണ്. ക്രിയേറ്റേഴ്സിന് നല്ല കോൺഫിഡൻ്റ് ആയിട്ടും പരാജയപ്പെട്ടുള്ള സിനിമകളുണ്ട്. അപ്പം ആ ലെവലിൽ എത്തുമായിരുന്നു എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഡെഫിനറ്റ്ലി ശ്രമിച്ചേനെ. ഈ ബ്രേക്കിന് ശേഷം ഞാൻ അത് തന്നെ ചെയ്യാൻ പോകുന്നത്, ശ്രമിക്കാൻ പോവാ. ഈ പബ്ലിക്കിനോടുള്ള പറയാനുള്ള കാര്യങ്ങളാണല്ലോ മെയിനായിട്ട് ഈ റാപ്പിൽ ഫോക്കസ് ചെയ്യുന്നത്. അതെ, പക്ഷെ ഞാൻ ഇനി അങ്ങോട്ട് അത് കുറച്ച് മാറ്റി പിടിക്കാമെന്ന് വിചാരിക്കും. മാറ്റി പിടിക്കുക കുറച്ചും കൂടി കാര്യം ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ റാപ്പ് സോങ്സ് എഴുതിയത് ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം ഈ പറഞ്ഞ പോലെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ അത് വിട്ടിട്ട് കുറച്ചും കൂടി ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളും കൂടി ചെയ്യാമെന്നായിരിക്കും. ഇപ്പോൾ തോൽവി എസ്സിയിലെ സോങ്ങൊക്കെ അതുപോലെയായിരുന്നു, പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാണ്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വഴിയിലൊക്കെ വെച്ച് ആരെങ്കിലും കാണുമ്പോൾ ഈ തോൽവി എസ്സിയിലെ സോങ്ങിൻ്റെ കാര്യം പറയാറുണ്ട്. അപ്പം അതുപോലെ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യണം എന്ന് എനിക്കുണ്ട്. ജസ്റ്റ് വൈബ് ചെയ്യാൻ, എൻജോയ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് പാട്ടുകൾ. ഇനി നമുക്കൊരു ഗെയിം സെക്ഷനിലേക്ക് പോവാം. ഗെയിം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. സിമ്പിളാണ്. സിംഗ് ഇൻ എ ഡിഫറെന്റ് മോഡ്. ഡിഫറെന്റ് മൂഡാ? എന്ത് സോങ്? ഏത് പാട്ട്? പച്ച പരിഷ്കാരി. ഇമോഷണൽ. പച്ചപ്പരിഷ്കാരി ഇമോഷണലായിട്ട് വേണം അല്ലേ? എനിക്ക് സ്പോർട്സ് കമ്പോസിങ് എനിക്ക് തീരെ പറ്റാത്ത പരിപാടിയാണ്. ആണല്ലേ? ജസ്റ്റ് ട്രൈ. പക്ഷേ ആ പാട്ടിൻ്റെ ആണ് മറ്റേ ആ സാധനം തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുള്ളൂ. തിരുമാലി നന്നായിട്ട് ചെയ്ത് വെച്ചേക്കണ പാട്ട് വെറുതെ ഞാൻ വൃത്തികളാക്കണം. കുഴപ്പമൊന്നുമില്ല, ക്ഷമിക്കുന്നേ. ഈശ്വര, ഞാൻ റോഡ് സൈഡിൽ ഇരുന്ന് പാടുന്ന പോലെ ഇപ്പോൾ. പച്ച പരിഷ്കാരി, പച്ച മലയാളി, ബൂർഷ മുതലാളി, മദ്യം മദിരാശി. അത്രേ പറ്റുണ്ട്. മതിയോ? ഇനി അടുത്തത് ഏതാന്ന് വെച്ചാ ഒരു വേനൽ പുഴയിൽ. അയ്യോ അച്ഛാ, അത് ഞാൻ ചെയ്യില്ല. അയ്യോ കരയല്ലേ. അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല. അത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. റോബോട്ടിക് AI വോയിസ്. AI വോയിസില് അത് പിന്നെ പറ്റും. അറിയാത്ത ഞാൻ തന്നെ ഇങ്ങനൊക്കെ പാടുന്നുണ്ട്. എനിക്ക് എന്റെ വോയിസിൽ പാടാനേ പറ്റും. പക്ഷെ അത് ഭയങ്കര അടിപൊളിയല്ലേ? അതെ. സിമ്പിള്. ഒന്ന് ഒരു സാമ്പിൾ തന്നെ. ഇല്ല, എനിക്ക് പാടാനുള്ള കഴിവ് ദൈവം തന്നില്ലല്ലോ. അങ്ങനെ തന്നിനെ ഞാൻ ഏത് ലെവലിലെത്തിയത്. ഞാൻ ആ പഴയ ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിൽ, ഞാൻ എൻ്റെ ക്ലാസ് റൂം ഓർമ്മ ഉണർത്തുന്ന രീതി പാടിക്കോട്ടെ അത്. കാര്യം ആ ഔസൈപ്പച്ചൻ സാറൊക്കെ ചെയ്തു വെച്ചേക്കണ പാട്ടാണ് അത്. ഞാൻ ചുമ്മാ ഇതാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടത്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണ്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇറ്റ് ഗോസ് ലൈക്ക്. ഒരു കാറ്റിൽ നീന്തി വന്നിൽ പെയ്തു നിൽക്കു നീ എന്നും, മഴമയിൽ പീലി നീർത്തും പ്രിയ സ്വപ്നമേ, പല വഴിമരങ്ങളായി നിലവുകൾ നിൽക്കെ കൊലുസണി എന്ന നിലാവേ, നിൻ പദതാളം വഴിയുന്ന വനവീതി ഞാൻ, വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവേലായി നിന്നെ. ക്ലാസ്സിലൊക്കെ പോയി വന്നോ? വന്നു. അത് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യട്ടെ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടെ എനിക്കങ്ങനെ ഇന്ന ഒരാളെന്നൊന്നുമില്ല. എനിക്കെപ്പോഴും ഐ ഹാവ് എ ഗ്രൂപ്പ് ഓഫ് വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അത്ര വലുതൊന്നുമല്ല കേട്ടോ, വളരെ ചെറിയ. അതെ, ഐ പ്രിഫർ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. അപ്പോൾ അതുകൊണ്ട് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട്. ആൻഡ് പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ഭയങ്കര ലോ മെയിൻ്റനൻസാണ്. കാര്യം എല്ലാ ദിവസവും വിളിക്കണം, എല്ലാ ദിവസവും ടെക്സ്റ്റ് ചെയ്യണമെന്നോ ഇടയ്ക്കിടെ കാണണമെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഓരോരോ തിരക്കിലാണ്. ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും കൂടും, ഫുഡ് കഴിക്കാൻ കാര്യമൊക്കെ പറഞ്ഞിരിക്കും. ഞാനും അങ്ങനത്തെ ഒരു ലോ മെയിൻ്റനൻസ് ആളാണ്. ഇപ്പം എന്നെ എല്ലാ ദിവസവും
അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നില്ല എന്നതിൻ്റെ പേരിൽ ഞാൻ ആരോടും പ്രശ്നം ഉണ്ടാക്കാറൊന്നുമില്ല. ഞാൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങാണ്. അതുകൊണ്ട് എനിക്കും അങ്ങനെയുള്ള ആൾക്കാരെയാണ് താല്പര്യം. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഇവിടെ ഉള്ളവരുണ്ട്, പുറത്ത് ദുബായിൽ ഉണ്ട് ഫ്രണ്ട്സ്, കൊച്ചി ഇപ്പോൾ ട്രിവാൻഡ്രം കൊച്ചിയൊക്കെ ആയിട്ട് കോഴിക്കോടുണ്ട്. യൂട്യൂബിൽ ഇപ്പം മൈൻ മച്ചാൻ ഓഫ് കോഴ്സ് ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ കാർത്തിക് സൂര്യ, കോൾമി ഷസാൻ, പിന്നെ ശരണ്യ ഉണ്ട്. ശരണ്യ നന്ദ പറഞ്ഞിട്ട് ഫാഷൻ ബ്ലോഗറാണ്. അങ്ങനെ ഗ്ലാമി ഗംഗ. അല്ല ഞാനത് ആൾക്കാർക്ക് അറിയാവുന്ന, അല്ലാതെ ഇപ്പം എൻ്റെ കൂട്ടുകാരുടെ പേര് പേഴ്സണലി പറഞ്ഞാൽ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ. അപ്പോൾ ഈ ഫാൻസിനോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഫാൻസിനോടല്ല, പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ള, എന്നെ മറന്നു വരുന്നതേ ഉള്ളൂ ഇടയ്ക്ക്. ബ്രേക്ക് എടുത്തതിനെ കൊണ്ട് അതുകൊണ്ട് എന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓഫ് കോഴ്സ് നല്ല സാധനങ്ങൾ കുറച്ച് ഇറങ്ങാനുണ്ട്. അപ്പം ഒന്ന് ഓർത്ത് വെച്ച് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ല കേട്ടു നോക്കുക. കാര്യം ആദ്യം എന്തായാലും ഓഡിയോ പാട്ടായിട്ടായിരിക്കും ഇറങ്ങുക. അപ്പോൾ ഒന്ന് കേട്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു വാക്ക് കമൻ്റായിട്ടോ മെസ്സേജായിട്ടോ അറിയിക്കുക. കാര്യം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ് ഇനിയും ചെയ്യാനായിട്ട്. കാര്യം അന്ന് ജനറൽ ഹോൾസ് ഇറങ്ങിയ സമയത്തൊക്കെ ഒത്തിരി, അന്നാണ് എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസും കമൻസും വന്നിട്ടുള്ളത്. അറിയാൻ പറ്റും. ഓരോ തവണ റിഫ്രഷ് ചെയ്യുമ്പോഴും പുതിയ പുതിയ മെസ്സേജസ് വരുമായിരുന്നു. അപ്പോൾ അത്രയില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇടയ്ക്കിടെ മെസ്സേജൊക്കെ അയച്ചാൽ എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് താങ്ക് യു.